മാവേലിക്കര ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കമ്പങ്കോട് നിന്ന് പര്യടനം ആരംഭിച്ചു. മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കമ്പങ്കോട് നിന്ന് ആരംഭിച്ച പ്രചരണ പരിപാടി UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ടായി. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ ഒരുപോലെ ജീവിക്കുവാൻ അവകാശമുണ്ട്. അവരുടെ എല്ലാം കൂടിയാണ് ഇന്ത്യ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമോ, ഇവിടെ ഭരണഘടന നിലനിൽക്കണമോ? CPIM വളരെ ചുരുക്കം ചില നിയോജകമണ്ഡലങ്ങളിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇന്ത്യ കേരളം കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ രണ്ടിടത്തുണ്ട്. അത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്, DMK മുന്നണിയിലാണ്. ബംഗാളിൽ കുറെ ഉണ്ട്. രാജസ്ഥാനിൽ ഒരിടത്ത് മത്സരിക്കുന്നു എന്നാണ് സുധാകരൻ കൊള്ളത്ത്. 370 അല്ല, അദ്ദേഹം പറയും 400 കടക്കുമില്ല. 400 സീറ്റ് ഞങ്ങൾക്ക് തരണമെന്നാണ്. എന്തിനാണ് ഈ 400ന്റെ രഹസ്യം? ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനാണെങ്കിൽ 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ 200 പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൊട്ടാരക്കരയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ കൊട്ടാരക്കര നിവാസികളോട് അഭ്യർത്ഥിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടിക്കുന്നിന് നൽകുവാൻ ബാധ്യതയും ഉത്തരവാദിത്വവും കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ്, വോട്ടർമാർക്കാണ്. അതുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ജൂൺ മാസം പകുതിയാകുമ്പോഴേക്കും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഈ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി നിങ്ങളെല്ലാവരെയും കാണുവാൻ, കൊടിക്കുന്നിൽ കാണുവാൻ സർവശക്തനായ ജഗദീശ്വരൻ കൊട്ടാരക്കര മഹാഗണപതി അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ എല്ലാ മതങ്ങളിലും ജാതികളിലും പെട്ട എല്ലാവരും നിയോജക മണ്ഡലം ചെയർമാൻ ബേബി പടിഞ്ഞാറ്റിങ്കര അധ്യക്ഷത വഹിച്ചു. S മണിമോഹനൻ നായർ, R രാജശേഖരൻ പിള്ള, കുളക്കട രാജു, സോമശേഖരൻ നായർ, പള്ളത്ത് സുധാകരൻ എന്നിവർ സംസാരിച്ചു. കമ്പങ്കോട്, ചേപ്പിലോട്, കൊച്ചുകുന്നുംപുറം, വൈക്കൽ, മേൽക്കുളങ്ങര, പുലിക്കോട്, വാളകം, ഇടയം, കോട്ടുമല, അമ്പലക്കര, കുരിശടി, പെരുമ്പ, അണ്ടൂർ, വടക്കേക്കര, പേറ, ചെറുവല്ലൂർ, ഉമ്മന്നൂർ, പഴിഞ്ഞം, പനേറ, അമ്പലക്കര, വടങ്കോട്, ഉദയ ജംഗ്ഷൻ, കൊക്കത്താനം, നെല്ലിക്കുന്നം, പിണറ്റിൻമുകൾ, വിലങ്ങറ, വിലയന്തൂർ, പള്ളിക്കുന്നംപുറം, മുട്ടറ ജംഗ്ഷൻ, മാരൂർ ജംഗ്ഷൻ, ചാമ്പവിള, കുടവട്ടൂർ, ചന്തമുക്ക് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. സാംസൺ വാളകം, ശ്രീജിത്ത് നെല്ലിക്കുന്നം, KG അലക്സ്, ജയപ്രകാശ് നാരായണൻ, സൈമൺ വെപ്പാല, വെളിയം ഉദയകുമാർ, ബിനു കോശി, കരിപ്ര തുളസി, അനീഷ് മംഗലത്ത്, അൽ അമീൻ, S കുട്ടൻപിള്ള, രവീന്ദ്രൻപിള്ള എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. മോദി നൽകിയ ഗ്യാരണ്ടികളൊന്നും പാലിച്ചിട്ടില്ല. പെട്രോൾ വില 50 രൂപയാക്കും, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും, ഓരോ പൗരന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ, പ്രതിവർഷം 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും തുടങ്ങിയ മോദിയുടെ ഗ്യാരണ്ടികളെല്ലാം പൊള്ളയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് മറുപടി പ്രസംഗത്തിൽ ആരോപിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.